6ാം ക്ലാസ് വാർഷിക പരീക്ഷ ഫിഖ്ഹ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ നിലക്കുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഉത്തരസഹിതം വായിക്കുകയാണ്. അതിനുശേഷം വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കും. തുടർന്നും മറ്റു മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളിലേക്ക് നേരത്തെ തന്നെ എത്തുന്നതിന് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നന്ദി സൂചകമായി കമൻറ്റിൽ ഒരു താങ്ക്സ് എഴുതാനും വിട്ടുപോകരുത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നതാണ്. അതിൽ 6 വന്നിട്ടുണ്ട്. ശരിയായത് അപ്പുറത്തുണ്ട്. നമ്മൾ തിരഞ്ഞ് യോജിപ്പിക്കണം. 1 കൂടിയാൽ 8 റക്അത്താണ്. എന്താണത്? സ്വലാത്തുൽ ളുഹയാണ്. പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്ത് സ്വലാത്തുൽ വിത്ർ. 3 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം സ്വലാത്തു തസ്ബീഹ്. 4-മത്തത് 20 റക്അത്തുള്ള നിസ്കാരം സ്വലാത്തു തറാവീഹ്. 5 ഹിജ്റ 2-ാം വർഷം സുന്നത്താക്കപ്പെട്ടു സ്വലാത്തുൽ ഈദൈനി പെരുന്നാൾ നിസ്കാരം. ഗ്രഹണ സമയത്ത് സുന്നത്താക്കപ്പെട്ടത് സ്വലാത്തു കുസൂഫ് ഗ്രഹണ നമസ്കാരം. ഇങ്ങനെയാണ് അതിനെ യോജിപ്പിക്കേണ്ടത്. ഈ 6 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ ഈ ചോദ്യത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വന്നേക്കാം. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. 2-മത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ 1-മത്തത് വരുന്നത് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലുമാകാമെങ്കിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് അഫ്ളൽ. 2 മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതണം. 3 ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളിയിൽ വെച്ചാണ്. 4 തഹജ്ജുദിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളമാക്കലാണ്. 10 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു സമയം കണ്ട് 2 റക്അത്ത് നൃത്തം ദീർഘിപ്പിച്ചു നിസ്കരിക്കലാണെന്ന് സാരം. 5 വിത്ർ ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ്. നോട്ട് ചെയ്യുക. ഇനി 3-മത്തെ ചോദ്യം ഇതിൽ വന്നിട്ടുള്ളത് വ്യക്തമാക്കാം എന്നതാണ്. അതിൽ 1 വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയേണ്ടത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയുക. 2-മത്തത് പെരുന്നാൾ നിസ്കാരത്തിൽ തെക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത്. ആദ്യത്തതിൽ 7 തെക്ബീറും 2-മത്തതിൽ 5 തെക്ബീറും വരുന്നുണ്ടല്ലോ. ഓരോ തെക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ്. 3-മത്തത് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന രൂപം ഏതാണ്? നിൽക്കാനും ഇരിക്കാനും കഴിയാത്തവൻ മുഖവും ശരീര മുൻവശവും ഖിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് ചെരിഞ്ഞു കിടക്കണം. ഈ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വരുന്നത് 4-മത്തതാണ്. 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഏറെക്കുറെ പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനത്തെ വിഷയം വരുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. തുടർച്ച സ്വഹിയാകാനുള്ള ഷർത്തുകൾ: തക്ബീറത്തുൽ ഇഹ്റാമിനോടുകൂടെ തുടർച്ചയെ കരുതൽ, ഇമാമിനേക്കാൾ മടമ്പുകാല് കൊണ്ട് മുന്താതിരിക്കൽ, ഇമാമിൻ്റെ പോക്ക് വരവുകൾ മഅ്മൂമ് അറിയൽ, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ആയിരിക്കൽ. നിങ്ങൾക്ക് സൗകര്യമുള്ളത് എളുപ്പമുള്ളത് പഠിച്ചു വെക്കുക. 2-മത്തത് സുജൂദു തിലാവ, നിസ്കാരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ഫർളുകൾ. തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. ഇതാണ്
അപ്പോൾ ഈ ചോദ്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യത്തിൽ ഒന്നാമത്തത് വന്നിട്ടുള്ളത് മസ്ബൂക്ക് എന്നാൽ ആരാണ്? ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. 2, പുരുഷനായ ഒരു മഅ്മൂമ് നിൽക്കേണ്ടത് എങ്ങനെ? പുരുഷനായ ഒരു മഅ്മൂമ് ഇമാമിൻ്റെ വലഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. ഇനി മൂന്നാമത്തത് മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്താണ്? വെള്ളം ഇല്ലാതെയാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരമാണ് മഴയെ തേടുന്ന നിസ്കാരം. പ്രത്യേകം നോക്കുക, വെള്ളം ഇല്ലാതെയാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരമാണ് മഴയെ തേടുന്ന നിസ്കാരം. തുടരൽ കറാഹത്താണ് ആരോടെല്ലാം? അപ്പോൾ നിസ്കാരത്തിൽ നമുക്ക് അവരെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. അവരാരൊക്കെയാണ്? ഫാസിഖ് തമ്മാടി, മുബ്തദി പുത്തനാശയക്കാരൻ, വസ്വാസുള്ളവൻ, വസ്വാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അർത്ഥവ്യത്യാസമാക്കപ്പെട്ട തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരൽ കറാഹത്താണ്. അപ്പോൾ അവൻ്റെ ഓത്തിൽ ഇങ്ങനെ അർത്ഥം മാറ്റം വരുന്ന രൂപത്തിലുള്ള പിഴവുകളുണ്ട്. അങ്ങനത്തെ ആളുകളോടും തുടരാൻ പറ്റില്ല. ഇനി നമുക്ക് വരുന്നത് ആറാമത്തത് വിധി എഴുതാം എന്നുള്ളതാണ്. അതിലൊന്ന് തഹിയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ്. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമല്ലേ? ആശംസ അറിയിച്ചുകൊണ്ടുള്ള, അഭിവാദ്യം അറിയിച്ചുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരമാണ് തഹിയ്യത്ത്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. അടുത്തത് വരുന്നത് ജുമുഅ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ഫർള് ഐനാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഫർള് കിഫയാണെങ്കിൽ ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തു നിന്ന് ഒഴിവാകും. പക്ഷേ ഇത് ഫർള് ഐനാണ്, താൻ തന്നെ ചെയ്യണം. 3, പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. ഇനി നമുക്ക് 7ാമത്തത് വന്നിട്ടുള്ളത് സമയം എഴുതാം എന്ന ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ സമയം എഴുതി കൊടുത്താൽ മതി. 1, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം 8:30 മണിയെന്നോ 7 മണിയെന്നോ എഴുതിയാൽ പോരാ. സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് അതിൻ്റെ സമയം. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെ സമയമുണ്ട്. വിത്ർ നമസ്കാരത്തിൻ്റെ സമയമാണെങ്കിലോ ഇഷാ നമസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ള സമയമാണ്. ഒന്നുകൂടെ, ഇഷാ നമസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ള സമയം. അപ്പോൾ ഈ ഒരു ചോദ്യവും നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഒരു ചോദ്യപേപ്പർ പൂർണ്ണമായി നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു പേപ്പർ കൂടെ കാണിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള പല ചോദ്യങ്ങളും ഈ ഒരു പേപ്പറിലും, നമ്മൾ വായിച്ച പേപ്പറിലുള്ള ചോദ്യങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. ആവർത്തിച്ചു വന്നതിനെ ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാലോ, പരീക്ഷയ്ക്ക് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും അവസാനത്തെ 4-5 പാഠങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ പാഠം അരിച്ചു പൊറുക്കി നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക. ഓരോ പാഠഭാഗങ്ങളിലെയും വിധികൾ, അതുപോലെ തന്നെ അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഒക്കെ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 2 വീതം എഴുതാനുണ്ടാകും, വിധികൾ എഴുതാനുണ്ടാവും. അതൊക്കെ ചോദിക്കുമ്പോൾ കിട്ടാതെയായി പോകരുത്. നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി സൂചകമായി ഒരു താങ്ക്സ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൂടെ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.